അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം വീർപ്പുമുട്ടുകയാണ് ഇടുക്കി മണിയാറൻകുടിയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂൾ. പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളും മെച്ചപ്പെട്ട ക്ലാസ് മുറികളും ഇല്ലാത്തതാണ് അധ്യാപകരെയും കുട്ടികളെയും വലയ്ക്കുന്നത്. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ സഹായങ്ങൾ ഏതും ഈ സ്കൂളിന് ലഭിച്ചിട്ടില്ല. ആയിരത്തി 1957-58 കാലഘട്ടത്തിലാണ് മണിയാറൻകുടി ഗവൺമെന്റ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. LP വിഭാഗം മാത്രമാണ് ആദ്യമുണ്ടായിരുന്നത്. പിന്നീട് 1967-68 കാലഘട്ടത്തിൽ UP വിഭാഗവും പിന്നീട് 1972 ഹൈസ്കൂൾ വിഭാഗവും പ്രവർത്തനം ആരംഭിച്ചു. വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും കുടിയേറ്റ കർഷകർക്കും ഒരുപോലെ ഗുണം ചെയ്ത സ്കൂളിൽ 1000-ലധികം വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത്. കാലത്തിനിപ്പുറം മണിയാറൻകുടി സ്കൂളിന് ആ പ്രതാപം ഇന്നില്ല. 1958 ഒരു LP സ്കൂളോട് കൂടിയിട്ടാണ് മണിയാറൻകുടി ഇന്ന് കാണുന്ന GVHSS ആരംഭിച്ചത്. 2017 വരെ ഇവിടെ ധാരാളം ഏകദേശം 1000-ഓളം കുട്ടികൾ വരെ പഠിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് അത് വളരെയധികം കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം വളരെയധികം ഒരു ശോചനീയാവസ്ഥയിലാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ 85 കുട്ടികളാണ് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. 99.9% ട്രൈബൽ മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കാലത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ വന്നതോടെ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാതെയായി. നിലവിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗത്തിലായി മണിയാറൻകുടി സ്കൂളിൽ ആകെയുള്ളത് 85 കുട്ടികൾ മാത്രം. അതിൽ 99% വനവാസി വിഭാഗക്കാർ. കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കളിസ്ഥലം പോലും ഇന്ന് സ്കൂളിലില്ല. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അനുമതി ലഭിച്ച 3 മുറി മാത്രമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പഴയ സ്കൂൾ കെട്ടിടങ്ങളുടെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ചില ക്ലാസ് മുറികളുടെ സീലിംഗ് ഉൾപ്പെടെ ഇളകി മാറിയിരിക്കുന്നു. 5 സ്കൂൾ കെട്ടിടങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നത് അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഏകദേശം 99% ട്രൈബൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂളാണ്. ഇന്നിപ്പം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇവിടെ കളിസ്ഥലങ്ങളോ അതിന് വേണ്ട ഒരു സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റിക്കൊണ്ടുപോവുകയും നമുക്ക് ഈ PM ശ്രീയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ കളിസ്ഥലങ്ങളോ അതുപോലുള്ള നല്ല ബിൽഡിങ്ങുകൾ ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ വരുന്ന രീതിയിലുള്ള കളിസ്ഥലങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നാളുകളിൽ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുണനിലവാരത്തോട് കൂടിയിട്ട് നമ്മുടെ ഉന്നതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സാഹചര്യം നിലവിൽ ഇവിടെയുണ്ട്. സർക്കാർ സഹായങ്ങൾ പേരിന് മാത്രം എത്തുന്ന ഇത്തരം സ്കൂളുകൾക്കാണ് PM ശ്രീ പോലുള്ള പദ്ധതികൾ ഉപകാരപ്രദമാകുന്നത്. നിരവധി സ്കൂളുകൾ ഇതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അവരുടെ കായികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. PM ശ്രീ പോലൊരു പദ്ധതി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന അടിസ്ഥാന വികസനവും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കളിസ്ഥലങ്ങൾ, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും വന്നു കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് തിരിച്ചെത്തുകയും അവരുടെ പഠന നിലവാരവും അതോടൊപ്പം കായിക നിലവാരവും ഉയർത്തുക വഴി ഇടുക്കി ജില്ലയുടെ കായിക ഭൂപടത്തിലുള്ള യശസ് ഉയർത്താനും നമുക്ക് സാധിക്കുന്നതാണ്. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുകയാണ്. ഉപസമിതി 2 തവണ സിറ്റിംഗ് നടത്തി നിശ്ചയിച്ച യോഗം മഴക്കെടുതി മൂലം ചേരാനായില്ല. തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കും എന്ന മുടന്തൻ ന്യായങ്ങളൊക്കെയാണ് വകുപ്പ് മന്ത്രി തന്നെ മുമ്പോട്ട് വയ്ക്കുന്നത്. മണിയാറൻകുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പോലെ നിരവധി വിദ്യാലയങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം ഇടുക്കി ജില്ലയിൽ വീർപ്പുമുട്ടുന്നത്. PM ശ്രീ പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ നിലവാരം ഉയർത്താനും കൂടുതൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കാനും കഴിയും. എന്നാൽ ഇതിന് മുൻകൈയെടുക്കേണ്ട സംസ്ഥാന സർക്കാരുകൾ തന്നെ കുട്ടികളുടെയും സ്കൂളുകളുടെയും ഭാവി ഇല്ലാതാക്കുകയാണ്. ഗോപകുമാറിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.